ഓരോരുത്തരെ പതിട്ട് ദീപം തെളിയിക്കുകയാണ്. ഭക്തമനസ്സുകളിൽ ഈ നാമം ഉരുവിടുക. എല്ലാവർക്കും ഉത്സവകാല ആശംസകൾ. നന്ദി. കൃത്യം 10:15 ഭണ്ഡാരയെടുപ്പ് തെളിയിക്കുന്നതാണ്. അതിനെ തുടർന്ന് പ്രഭാത ഭക്ഷണം ഇനി കഴിക്കാനുള്ള ഭക്തജനങ്ങൾ NSS കരയോഗത്തിലേക്ക് ചെല്ലേണ്ടതാണ്. പ്രഭാത ഭക്ഷണം വീണ്ടും റെഡിയായിട്ടുണ്ട്. അവിടെ 10:15 അടുത്തുകെട്ട് കഴിഞ്ഞാൽ പൊങ്കാല തളിപ്പ് 1:15. അതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. 11 മണിക്കാണ് അന്നദാനം ആരംഭിക്കും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഭദ്രദീപം തെളിയിക്കുന്നതിന് സാക്ഷികളാവുക. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധിക്കും ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഈ നാമം എല്ലാവരുടെ മനസ്സിലും വീണ്ടും വീണ്ടും ആവർത്തിക്കുക. പൊങ്കാലയിടുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അവർക്ക് അവരുടെ പൊങ്കാല സായുജ്യമടയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എല്ലാ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പൊങ്കാല അടുപ്പ് കൃത്യം 10:15 തെളിയിക്കുന്നതാണ്. പൊങ്കാല വെട്ട് 10:15 ഭണ്ഡാരടുപ്പ് വെട്ടുന്നത് 10:15. അതിനെ തുടർന്ന് അന്നദാനം 1:15 പൊങ്കാല തെളിക്കുന്നതാണ്. ഈ സമയങ്ങളിൽ ഭക്തജനങ്ങൾ വളരെ ഭക്തിപൂർവ്വം പൊങ്കാല അടുപ്പുകൾ അവരുടെ ശ്രദ്ധയും ഭക്തിയും നിലനിർത്തി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഒരു അടുപ്പിൽ നിന്ന് അടുത്ത അടുപ്പിലേക്ക് അഗ്നി പകരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽ